മലയാളം ബിഗ് ബോസ് സീസൺ 7 ഇപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ലാലേട്ടൻ ഷാനവാസിനെ നിർത്തിപ്പൊരിക്കുന്ന ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ ഷാനവാസും ബിന്നിയും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ലാലേട്ടൻ ഇവിടെ ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നത്. അതിൽ ഷാനവാസ് ബിന്നിയുടെ കെട്ടിയവനെ പോയി വിളിക്ക്, വീട്ടിൽ പോയി പറയൂ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിരുന്നു. ആ ഒരു സംസാര രീതിയെക്കുറിച്ചാണ് ലാലേട്ടൻ ഇപ്പോൾ ചോദിക്കുന്നത്. ഷാനവാസിന്റെ സംസാര രീതി കുറച്ചും കൂടി മാറ്റാം, വീട്ടിൽ പോയി പറയൂ, കെട്ടിയവനെ പോയി വിളിക്കൂ എന്നതിന് പകരം കുറച്ച് റിലേഷൻഷിപ്പും കൂടി കൊണ്ടുവരാമെന്ന് ലാലേട്ടൻ ഷാനവാസിനെ കളിയാക്കി പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നത്, ഒരിക്കലും ഞാൻ ഫസ്റ്റ് പോയി അങ്ങോട്ട് വിളിക്കാറില്ല. അതിനും ലാലേട്ടൻ പറയുന്നുണ്ട്, ഒരാൾ വിളിച്ചു എന്ന് കരുതി തിരിച്ച് വിളിക്കുന്നത് ഒരു ന്യായമായിട്ട് ഞാൻ സമ്മതിക്കില്ല. കൂടാതെ ഷാനവാസിന് അവരെക്കാട്ടിലും നല്ല ഏജ് ഉണ്ട്, അതുപോലെ തന്നെ ജീവിതാനുഭവമുണ്ട്. ഷാനവാസ് ഇങ്ങനെ തന്നെയാണോ വീട്ടിലുമെന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. അപ്പോൾ അല്ല എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത്, ഇതും ഷാനവാസിന്റെ വീട് തന്നെയല്ലേ? കഴിഞ്ഞ ദിവസം ഷാനവാസും അനീഷും ജയിലിൽ കിടന്ന സമയത്തുണ്ടായ ഒരു സംഭവമാണ് ലാലേട്ടൻ ഇപ്പോൾ ചോദിക്കുന്നത്. ആ സംഭവത്തിൽ ബിന്നിയും ഷാനവാസിന്റെ ഫാമിലിയെ പറഞ്ഞിട്ടുണ്ട്, ഷാനവാസും ബിന്നിയുടെ ഫാമിലിയെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സീസൺ തുടങ്ങി ഇത്രയും ദിവസമായി ഇതിനിടയിൽ പലതവണയും ഷാനവാസ് പലരുടെയും തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അതായത് അക്ബറിന്റെ തന്തയ്ക്ക് വിളിച്ചിരുന്നു. അതിനുശേഷം അഭിലാഷുമായി വഴക്കിട്ടപ്പോൾ അവരോടും ഇതുപോലെ ഫാമിലിയെ പറഞ്ഞിരുന്നു. അങ്ങനെ ഷാനവാസിന്റെ ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് ഈ ഫാമിലിയെ വിളിക്കുക എന്നുള്ളത്. അതിൽ ആര് ആദ്യം വിളിച്ചു എന്നല്ല, ഷാനവാസ് പക്ഷേ മിക്കപ്പോഴും വീട്ടുകാരെ ഒരു പ്രശ്നമുണ്ടായാൽ അതിലേക്ക് വലിച്ചിടാറുണ്ട്. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ മൊത്തത്തിലാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അതായത് ബിന്നിയുമായിട്ടുള്ള പ്രശ്നം മാത്രമല്ല, ഷാനവാസ് എപ്പോഴും ഫാമിലിയെ പറയാറുണ്ട്, അല്ലെങ്കിൽ ഫാമിലിയിലുള്ളവരെ ഈ വഴക്കിലേക്ക് എടുത്തിടാറുമുണ്ട്. എന്തായാലും ഷാനവാസിന്റെ അത്തരത്തിലുള്ള സംസാര രീതി ഇതോടുകൂടി നിർത്തുമെന്ന് കരുതാം. കാരണം അത്തരത്തിലാണ് ഷാനവാസിനെ ലാലേട്ടൻ ഇട്ട് പൊരിക്കുന്നത്. എപ്പിസോഡിനായി എന്തായാലും കാത്തിരിക്കാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.